ഹലോ വിനോദിനി എസ് വെള്ളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ചിക്കൻ കറിയും അതുപോലെ ചിക്കൻ പാറ്റ്സും കൂടെയാണ് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ആരെങ്കിലും അതിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടമില്ലാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോയാലോ. അപ്പോൾ നമ്മൾ മസാലകളെല്ലാം നല്ലപോലെ കുഴച്ച് നല്ലൊരു കുഴമ്പ് പോലെ ആക്കിയിട്ടാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ സാധാ ചിക്കൻ യൂസ് ചെയ്യുന്ന മസാലകൾ തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മുളക് പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, ഇത്തരം കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചിക്കൻ കറി വയ്ക്കുന്ന വീഡിയോസ് കുറേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യണം. അതുകൊണ്ട് ഒത്തിരി ഇതായിട്ട് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ നമ്മളെല്ലാം മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ഇത്രേ ഉള്ളൂ. നമ്മൾ ചോറ് മേടിക്കാൻ വേണ്ടി നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ നമ്മൾ ചോറ് മേടിക്കാൻ വേണ്ടിയിട്ട് പോയി നിൽക്കും. നമ്മൾ ക്യൂ പോയി നിൽക്കുമ്പോഴത്തേക്കും ബാക്കി ഞാൻ പറയാം, വീഡിയോ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ നമ്മൾ അതെല്ലാം തിരുമ്മി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കടുക്, അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മെഡിക്കൽ ക്യൂ നിന്ന സമയത്താണെങ്കിൽ ഒരു പുള്ളിക്കാരനാണെങ്കിൽ ചോറ് 5-6 ചോറ് മേടിച്ച് ബാഗിലിട്ടു. എന്നിട്ട് വീണ്ടും ചോറ് മേടിക്കാൻ നിൽക്കുവാണ്. അപ്പോൾ പുറകിൽ നിന്നൊരു ചേട്ടനാണ് ഇയാൾക്ക് ഒറ്റ അടി വെച്ച് കൊടുത്തു. അങ്ങനെ ഇവിടെ പിന്നെ ഭയങ്കര ശകടശകടിയായി, ഭയങ്കര അടിയും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ നമുക്ക് ചോറ് കിട്ടിയില്ല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാ വീട്ടുകാരും ഇങ്ങനെ ഇപ്പോൾ അങ്ങനെ എല്ലാവരും ചോറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കങ്ങനെ കിട്ടുന്നില്ല. കാരണം ഒരു ആൾക്കാർ വന്നാൽ തന്നെ 3-4 പൊതിയൊക്കെ മേടിച്ച് നമ്മൾ ബാക്കിയുള്ളവർക്കും അങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ വീഡിയോ അങ്ങനെ പോയി. അപ്പോൾ ചിക്കൻ കറിയെല്ലാം നമ്മൾ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പാറ്റ്സ് ഉണ്ടായിരുന്നു. പാറ്റ്സിനകത്ത് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ചിക്കൻ്റെ കരളും അതുപോലെ തന്നെ ലിവറും പിന്നെ അരിമാങ്ങി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തു. അന്നത്തിന് ഇതേ കറി ക്ലീൻ ചെയ്തെല്ലാം ശരിയാക്കി വന്നപ്പോഴത്തേനും കറി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ കറി നല്ല അടിപൊളിയായിട്ട് റെഡിയായി വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്രയും സമയം അപ്പം ഇത് ചെയ്യാനെടുത്തു, ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനതെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളെല്ലാം ആക്കി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് കഴുകിയിട്ടുണ്ട്. കാരണം എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ ഞാൻ പൊക്കോളൂല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകിയിട്ട് ഇതായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം വീണ്ടും കുറേ വട്ടം കഴുകിയിട്ടാണ് വീണ്ടും ഒന്നും കൂടി ഇച്ചിരി വെള്ളം നല്ല അകത്തുനിന്നൊരു വെള്ളം എടുത്തിട്ട് ഒന്നും കൂടെ ഞാൻ ഇതാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഞാനിതെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അടുത്തൊരാൾ വന്ന് ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പം കിട്ടുന്നതിന് നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ചിക്കൻ കറി എല്ലാം ആക്കി കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ചിക്കൻ പാറ്റ്സിൻ്റെ ഫ്രൈ വെക്കാമെന്ന് വിചാരിച്ചു. കറി ഓൾറെഡി ചിക്കൻ കറി ഉണ്ടല്ലോ, അപ്പോൾ വിചാരിച്ചു ഇത് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മൺചട്ടിക്കകത്ത് വെക്കാൻ വെച്ചിട്ട് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, കറിവേപ്പില ഇട്ടു, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ അരച്ചിട്ടൊന്നുമില്ല കേട്ടോ, അല്ലാതെ ചുമ്മിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ പൊടികളെല്ലാം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒരു പ്ലേറ്റിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. അത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ ആ പച്ചമണം എല്ലാം, പൊടിയുടെ ഒക്കെ പച്ചമണം എല്ലാം ഒന്നും മാറിക്കിട്ടണം. അല്ലെങ്കിൽ ഒരു പച്ച ചുവയ്ക്കും. അപ്പോൾ അതിൻ്റെ ഇതൊന്നും പച്ച ചുവയും മണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പീസാക്കി വെച്ചിരിക്കുന്ന നമുക്ക് പാർട്സ് ചട്ടിക്കകത്തേക്ക് എടുത്തിടാം. അപ്പം ഫുള്ള് നമുക്ക് ചട്ടിക്കകത്തേക്ക് എടുത്തിടാം കേട്ടോ. അപ്പോൾ അതിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊത്തി ഇതായിട്ട് വെക്കാം. പിന്നെ പച്ചമുളക് ഞാൻ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി ഒരെണ്ണം ഇട്ട് കൊടുത്തെന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ലായിരുന്നു. അത് വെന്ത് അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് മേടിച്ചെല്ലാം ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ കറി നമുക്ക് ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ പാറ്റ്സ് റോസ്റ്റ് ഉണ്ടായിരുന്നു, കോവയ്ക്ക തോരൻ ഉണ്ടായിരുന്നു, പിന്നെ സാമ്പാറുണ്ടായിരുന്നു. ഇത്ര ഉള്ളതായിട്ട് അടുത്തൊരു വീഡിയോ. ബൈ ബൈ.